Hi, I am Adira Raj from Access Language School. ഇന്ന് നമുക്ക് punctuation marks എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യത്തേത് full stop. Full stop ഇല്ലാതെ ഒരു സെന്റൻസും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതായത് ഒരു സെന്റൻസ് എൻഡ് ചെയ്യുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് full stop. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I have a pen. Pen എന്ന വേർഡോട് കൂടി ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ പെന്നിന് ശേഷം ഒരു full stop നമ്മൾ കൊടുക്കും. അടുത്തതായി കോമ. ഒരു സെന്റൻസിൽ ഡിഫറെൻ്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കോമ യൂസ് ചെയ്യും. എക്സാമ്പിൾ, കളേഴ്സ് ഇൻ ഇന്ത്യൻ ഫ്ലാഗ് ആർ സാഫ്രൻ, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഇവിടെ കളേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ കോമ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കോളൻ. റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളെ ഒന്നായി എഴുതാനാണ് കോളൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഗോട്ട് വാട്ട് ഹീ വർക്ക്ഡ് ഫോർ, കോളൻ ഹീ റിയലി ഏൺഡ് ദാറ്റ് പ്രൊമോഷൻ. ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആദ്യത്തതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. അവിടെ രണ്ടിനെയും ജോയിൻ ചെയ്തിരിക്കുന്നത് കോളൻ വെച്ചിട്ടായിരിക്കും. അടുത്തത് സെമി കോളൻ. സെമി കോളനും കോളൻ്റെ തന്നെ സെയിം യൂസ് ആണ് സെൻറ്റൻസുകളിൽ. രണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളെ ഒന്നായി എഴുതാനാണ് സെമി കോളനും യൂസ് ചെയ്യുന്നത്. അതേസമയം ഒരു സെൻറ്റൻസിൽ ഒരു പോസ് ക്രിയേറ്റ് ചെയ്യണം. അതും കോമയെക്കാട്ടിലും കുറച്ച് വലിയ പോസ് ആയിരിക്കണം. അതേസമയം ഫുൾ സ്റ്റോപ്പിനെക്കാട്ടിലും കുറച്ച് ചെറിയ പോസ് ആയിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ സെമി കോളൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ റാൻ ക്വിക്ലി ഡൗൺ ദ സ്ട്രീറ്റ്, സെമി കോളൻ ദ യാപ്പിംഗ് ഡോഗ് വാസ് റൈറ്റ് ഓൺ ഹർ ഫീറ്റ്. ഇവിടെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളെ ഒന്നാക്കി എഴുതാൻ സെമി കോളൻ യൂസ് ചെയ്തിരിക്കുന്നു. അടുത്തത് അപ്പോസ്ട്രോഫിയാണ്. അപ്പോസ്ട്രോഫിക്ക് പ്രധാനമായും രണ്ട് ഉപയോഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും കൈവശമുള്ളതിനെ സൂചിപ്പിക്കാൻ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേര് വെച്ച് പറയാം. ഐശ്വര്യാസ് പെൻ, ഐശ്വര്യയുടെ പേന. ഐശ്വര്യ എന്ന പേരിന് ശേഷം അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് എസ് ഇടുക. അപ്പോസ്ട്രോഫിയുടെ അടുത്ത ഉപയോഗം എന്നത് ഒരു വാക്കിനെ ഷോർട്ട് ആക്കി എഴുതുമ്പോൾ അപ്പോസ്ട്രോഫി യൂസ് ചെയ്യും. എക്സാമ്പിൾ പറയുമ്പോൾ കെനോട്ട് എന്ന വാക്ക് കാണ്ട് എന്നെഴുതുമ്പോൾ CAN എന്നതിന് ശേഷം അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ് ടി എഴുതുക. അതുപോലെ തന്നെയാണ് കുഡൻറ്റ്, ഷുഡൻറ്റ് എന്നീ വാക്കുകളും ഉപയോഗിക്കുക. അടുത്തത് ഹൈഫൻ. ഹൈഫൻ എന്നതിൻ്റെ സിമ്പലും ഡാഷ് എന്നതിൻ്റെ സിമ്പലും സിമിലർ ആണ്, എന്നാൽ ഉപയോഗം വ്യത്യസ്തമായിരിക്കും. കോമ്പൗണ്ട് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് ഹൈഫൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ ലോങ് ടേം എന്ന വാക്ക് എഴുതുമ്പോൾ ലോങ് എന്നതിന് ശേഷം ഹൈഫൻ ഇട്ടിട്ടാണ് ടേം എഴുതുക. അടുത്ത എക്സാമ്പിളാണ് മദർ ഇൻ ലോ, മദർ ഹൈഫൻ ഇൻ ഹൈഫൻ ലോ. അടുത്ത പങ്ക്ച്വേഷൻ മാർക്കാണ് പാരാന്തസിസ്. പാരാന്തസിസ് എന്നത് യൂസ് ചെയ്യുന്നത് അഡീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ്. അതേസമയം വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ പാരാന്തസിസ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് അബൌട്ട് യുവർ സെൽഫ്, ബ്രാക്കറ്റിൽ ക്യാരക്ടർ. നിങ്ങളെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക. ബ്രാക്കറ്റിൽ ക്യാരക്ടർ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾക്ക് പറയാം നിങ്ങളുടെ ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യുക. അടുത്തത് ബ്രാക്കറ്റ്. ബ്രാക്കറ്റിനും പാരാന്തസിസിനും ഓൾമോസ്റ്റ് സിമിലർ യൂസ് ആണ്. എന്നാൽ ബ്രാക്കറ്റ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് അക്കാഡമിക് റൈറ്റിംഗ്സിലായിരിക്കും. കൊട്ടേഷൻസിൻ്റെ തെറ്റുകൾ തിരുത്താനോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനോ ബ്രാക്കറ്റുകൾ ഉപയോഗിക്കാം. പങ്ക്ച്വേഷൻ മാർക്സിൻ്റെ ഉപയോഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ആക്സസ് ലാംഗ്വേജ് സ്കൂൾ സബ്സ്ക്രൈബ് ചെയ്യുക.